ചോരയും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്ന് ആവർത്തിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. സിന്ദൂരം മായ്ച്ചതിനുള്ള തിരിച്ചടിയാണ്, പ്രതികാരമാണ് വീട്ടിയത്, പകരം വീട്ടുകയായിരുന്നു. എന്താണ് സാർ മോദി ഇന്നലെ ആ ഒരു ഹ്രസ്വമായ ആ അഭിസംബോധന കൊണ്ട് ലോകത്തിന് നൽകിയ സന്ദേശം എന്താണ്? ഇന്നലെ ബുദ്ധപൂർണിമയായിരുന്നു കേട്ടോ. അതെ, അത് പ്രധാനമന്ത്രി ആ പ്രസംഗത്തിനിടയിൽ പറയുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി പലപ്പോഴും പല ഉച്ചകോടികളിലൊക്കെ സമ്മേളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്, സമാധാനം ആണ് ആഗ്രഹിക്കുന്നവൻ. അതെ. അപ്പോൾ ഈ എല്ലാത്തിലും നോക്കുക, ആ പ്രഭാഷണത്തിന് എടുത്ത സമയം തന്നെ ബുദ്ധപൂർണിമ അതൊന്നും ഒരു യാദൃച്ഛികമായിട്ടങ്ങനെ വന്നതല്ല, അല്ലേ? അത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ പ്രഭാഷണത്തിൽ പ്രശാന്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴായിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മോദിജി പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഒരു പ്രസംഗ രൂപത്തിൽ നമുക്ക് അടുക്കും ചിട്ടയോടും കൂടി വന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും, പലവട്ടം പറഞ്ഞിട്ടുള്ളതുണ്ട്. പാകിസ്ഥാനോടെന്നവണ്ണം ലോകത്തിൽ മുമ്പിൽ ചൂണ്ടിക്കാട്ടി കൊടുത്ത കാര്യങ്ങളാണ്. ഭീകരവാദവും ചർച്ചയും അല്ലെങ്കിൽ വ്യാപാരവും ഒന്നിച്ചു പോകത്തില്ല, ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് ഭീകരവാദമാണ്, അതില്ലാതെ ജീവിക്കാൻ പറ്റും. ഇപ്പം ഇന്ത്യയിൽ നിന്നുള്ള മരുന്നിൻ്റെ കയറ്റുമതി അങ്ങോട്ടേക്ക് നിർത്തിവെച്ചിരിക്കുക. മരുന്ന് ആ രാജ്യത്ത് എത്തുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും? വലിയ ദുരിതമായിരിക്കും. ഭക്ഷണവും മരുന്നും വേണമല്ലോ. അതെ. ഭക്ഷണം അമിതമായി കഴിച്ചു കിടക്കാനല്ല, അവിടെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ഭക്ഷണ വസ്തുക്കൾ പോലും അവിടെ വേണ്ട തരത്തിൽ ഇല്ല. ഉള്ളതിന് ആർക്കും തന്നെ വാങ്ങി കഴിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വിലയിലേക്കും പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ഒരു 2-3 ദിവസത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ അതങ്ങ് 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. ഇതാരുണ്ടാക്കിയത്? അവർ തന്നെ ഉണ്ടാക്കിയ കാര്യമാണ്. അതും നരേന്ദ്രമോദി പ്രത്യേകം പറയുന്നുണ്ടല്ലോ. ഈ ഇന്ത്യയുടെ കരുത്താണ് ലോകം ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനോടാണ് നമ്മൾ കാണിച്ചതെങ്കിലും ലോകം മുഴുവൻ ഇപ്പോൾ നമ്മുടെ കരുത്ത് അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ചൈനയ്ക്കും കൂടെയുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത് തന്നെയാണ്. നല്ല കാരണം ഇവരൊക്കെയാണല്ലോ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന, പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്നത് ചൈനയാണല്ലോ. ഈ ഭീകരവാദത്തെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവരാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. ഈ ഭീകരവാദികളുടെയൊക്കെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതാര്? അതെ, ഇവരൊക്കെ തന്നെയല്ലേ. അതെ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥര്, ജനപ്രതിനിധികള്, വലിയ വലിയ ഉയർന്ന ഈ സിവിലിയൻ ഉദ്യോഗസ്ഥരൊക്കെയാണ് പങ്കെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആർക്കാണ് ഇതിനകത്ത് അവർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായ തെളിവാണ്, വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അളന്നു കുറിച്ചു തൂക്കിയുള്ള ഒരു പ്രസംഗമാണ് മോദി രാഷ്ട്രത്തോട് നടത്തിയത്. കാരണം കൃത്യമായിട്ട് അതിനിടയ്ക്ക് ഇവിടെ ചില രാഷ്ട്രീയ സന്ദേശം ഒക്കെ വന്നിട്ട് ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാനൊക്കെ തുടങ്ങി. വെടിനിർത്തൽ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ 71ലേക്ക് പോകുന്നു. ഇന്ദിരാഗാന്ധിയെ പോലെ കരുത്തുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അല്പമെങ്കിലും നയതന്ത്ര കാര്യങ്ങൾ അറിയാവുന്ന ശശി തരൂർ അതിനകത്ത് കൃത്യമായ നല്ല മറുപടി കൊടുത്തു. അതെ, 71ലെ ഇന്ത്യ അല്ല, 2024 ഇന്ത്യ എന്നുള്ളത്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് നരേന്ദ്രമോദിയുടെ കാര്യങ്ങളൊക്കെ തന്നെ വാഴ്ത്തുകയല്ല, ഉള്ളത് അംഗീകരിക്കുന്നു. വാഴ്ത്തൽ എന്നുള്ളത് നമുക്ക് മാറ്റി. അത് മാത്രമല്ല സാർ, അദ്ദേഹം ഒരുപാട് വിദേശ മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. അവിടെ എല്ലാം അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് പറയുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നയതന്ത്ര വിദഗ്ധൻ, ഒരു നയതന്ത്ര പ്രതിനിധി സംസാരിക്കുന്നത് പോലെയാണ് ഡോക്ടർ ശശി തരൂർ MP സംസാരിച്ചത്. കറക്റ്റ് പ്രതിപക്ഷ നേതാവാണ് കേട്ടോ. അതെ, ശരിക്കും. കാരണം ഭരിക്കുന്നവരുടെ അവർ ചെയ്തത് ശരിയാണോ
ശരിയാണെങ്കിൽ ശരിയാണ് എന്നുള്ള രീതിയിൽ തന്നെ അത് പറഞ്ഞു. അവിടെ വേറൊരു രാഷ്ട്രീയ ലക്ഷ്യം ഇല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാൻഡ് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നെ തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനക്കാർക്ക് അതങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അപ്പോഴാണല്ലോ 71 സാഹചര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അതിനും അദ്ദേഹം നല്ല മറുപടി കൊടുത്തു. അപ്പം എന്തായാലും ഇതിനകത്ത് ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് താൽക്കാലിക വിരാമമാണ് എന്ന് പറഞ്ഞാൽ ഇനിയും അടിക്കും. നിരന്തരമായിട്ട് ഇവരെ നമ്മൾ ഇനിയും അടിക്കും. നിരന്തരമായിട്ട് നമ്മൾ ഇവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ സാരം. അതിർത്തിയിൽ ഇപ്പോഴുള്ള ജാഗ്രത തന്നെ പുലർത്തുകയും ചെയ്യും. ഇപ്പം അടച്ചിട്ട വിമാനത്താവളങ്ങളൊക്കെ തുറക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ പാകിസ്ഥാനാണ് ചതിയന്മാരുടെ അവരെ പിന്നെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവർക്ക് അവിടെ രാജ്യം പട്ടിണിയിലേക്കോ പിന്നെ കടത്തിലേക്കോ പിന്നെ ജനങ്ങളുടെ സുരക്ഷ അവർക്കൊരു പ്രശ്നമേ അല്ല. കാരണം അവർക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായിട്ട് മാത്രം നിൽക്കുന്നവരാണ്. സ്വന്തം രാജ്യത്തെ ജനതയെ ഏതാണ്ട് പിന്നെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. മിക്കവാറും ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനകീയ പ്രക്ഷോഭം തന്നെ ആരംഭിച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ആ പാർലമെന്റിലെ ഒരു MP കരഞ്ഞു വിളിച്ച് പറഞ്ഞത് നമ്മളെ രക്ഷിക്കാൻ ഇനി ആർക്ക് കഴിയും എന്ന് പറഞ്ഞ ഒരു ജനപ്രതിനിധി അത് പാർലമെന്റിൽ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അത്രത്തോളം അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. സ്ഥിതിഗതികൾ ഗുരുതരമാണ്. അപ്പോൾ അവിടുത്തെ ജനതയൊന്നും ഇത്തരത്തിലുള്ള ഈ പാകിസ്ഥാന്റെ ഈ ചെയ്തികളോട് യോജിക്കുന്നില്ല എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാം. കാരണം അത് അവിടെയുള്ള അറിവും ബുദ്ധിയും വിവരവും ഉള്ള ആൾക്കാർ ഇതിനെ ഒട്ടും തന്നെ അനുകൂലിക്കുന്നില്ല. പാകിസ്ഥാന്റെ ഈ നടപടികളെയും നിലപാടിനെയും അവർ എതിർക്കുന്നു. അതെ, അതുപോലെ തന്നെ പിന്നെ ഭീകരതയെ സഹായിക്കുന്നവരെയും തീർക്കും എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഭീകരതയെ സഹായിക്കാനായിട്ട് പാകിസ്ഥാന്റെ പിന്നിൽ പലരും ഉണ്ട് എന്നുള്ളത് കൂടി വായിച്ചെടുക്കണം. അപ്പം നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗത്തിൽ ഓരോ വരികൾക്കിടയിലൂടെയും വായിച്ചെടുക്കാൻ പല കാര്യങ്ങളുണ്ട്. വളരെ പിന്നെ ചുരുക്കി അളന്നു കുറിച്ച് തൂക്കിയുള്ള ഒരു പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ വരികൾക്കിടയിൽ വായിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ ഭീകരവാദത്തെ സഹായിക്കുന്നവർക്കും കൂടിയുള്ള താക്കീത് എന്ന് പറയുമ്പോൾ ആരാണ് സഹായിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമാണ്. അപ്പം ഇത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇന്ത്യയുടെ സേനാബലമറിഞ്ഞു, ആയുധബലമറിഞ്ഞു, ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ളത് അറിഞ്ഞു. ഇന്ത്യൻ ജനത ഒന്നിച്ച് നിൽക്കുന്നു. ഇത് നമ്മളാരും ഈ മനുഷ്യവാസ മേഖലയിലൊക്കെ അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ. ഭീകര കേന്ദ്രങ്ങളിൽ സാധാരണ പൗരന്മാരെ ഒന്നും തൊട്ടില്ല. അവരുടെ എയർബേസുകൾ ആക്രമിച്ചു, ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ഭീകരന്മാരെ വധിച്ചു. അതെ, അല്ലാതെ പിന്നെ മറ്റൊരു തരത്തിലേക്കല്ല പോയത്. ഒരു യുദ്ധം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. അതാണ് പറഞ്ഞത്, നമ്മൾ ബുദ്ധന്റെ നാട്ടിൽ നിന്ന് ഉള്ളവരാണ്. അതേസമയം പ്രതിരോധം തീർക്കാനും നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കാനുമുള്ള കരുത്ത് നമുക്കുണ്ട്. അതിന് ലോകത്ത് ആരടിച്ചാലും തിരിച്ചടിക്കും എന്ന് തെളിയിക്കാനായി. അതാണ് ഞാൻ ഇതിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ കണ്ട കാഴ്ച, എനിക്ക് കിട്ടിയ സന്ദേശം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അല്ലെ, പ്രധാനമന്ത്രിയുടെ പ്രസംഗമായാലും പ്രതിമാസ റേഡിയോ പരിപാടിയിലും ഒക്കെ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കേണ്ടതും അർത്ഥവ്യാപ്തികൾക്കിടയിൽ തിരികെ വെക്കാൻ അർത്ഥവ്യാപ്തി ഉള്ളതുമാണ്. ഇത് എനിക്ക് തോന്നുന്നു മറ്റൊരു രാജ്യത്തും ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി രാഷ്ട്രതലവനൊന്നും പ്രതിമാസ വേറിട്ട വ്യക്തിത്വം തന്നെയാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.